കൊണ്ടുപോവാ. സ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടാളും പോവാറ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മാറ്റം ഞങ്ങക്ക് ഇഷ്ടമല്ല. പോവാമല്ലോ. അമ്മക്ക് ബൈ ഓടണം. ശരിയായില്ല. ഇതിനൊരു വളവുണ്ട്. ഒരു വളവുണ്ട്. അതിന് നേരെയാക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ പൊന്നുവിനെ സ്കൂളിലേക്ക് വിട്ടു. നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പൂരം കാണാൻ പോവാണ്. ഇന്ന് ചെറുമ്പത്താവല് പൂരാണ്. ചിറവരമ്പത്തുകാവ്. പക്ഷെ ഞങ്ങൾ പറയും ചെറുമ്പത്താവല്. ചിറവരമ്പത്തുകാവ് പഴഞ്ഞിക്കാരനാണ് പോലും. അത് അച്ചടിക്കുമ്പോ ഒക്കെ ഇതിലങ്ങനെ വരും. പക്ഷെ പറയുമ്പോ കായംകുളത്തുകാരും തിരുവനന്തപുരത്തുകാരൊക്കെ അങ്ങനെ പറയും. പഴഞ്ഞിക്കാര്, അരുവായിക്കാര് ചെറുമ്പത്താവില് പൂരം എന്ന് പറയുള്ളൂ. അപ്പൊ അതാണ് ഇന്ന് രാവിലെ തൊട്ടിട്ട് മഴക്കാറൊക്കെ ഉണ്ട് ചെറുതായിട്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. രാത്രി എന്തായാലും പോക്ക് നടക്കില്ല, നല്ല തിരക്കാവും. അപ്പൊ പൊന്നുണ്ണിക്കായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും പൊന്നു തിരിച്ചും വരും. അപ്പം അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനുള്ള ഒരു ഇതിലാണ്. ഇതുണ്ട് അമ്പലത്തേക്ക് പോകണത് വെച്ച് പ്രമാണിച്ച് എന്ത് ഇതെന്ന് പറയുന്നത് കേരള കസവ് ചുരിദാർ. ജാട നമ്മുടെ പുതിയ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ഡിസൈൻ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ മതി, ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൂരത്തിന് പോകാം. പ്രൊട്ടക്ഷൻ തമ്പനയിൽ കയറിയോ? ഇതുണ്ട് ഇവിടെ ഇന്നലത്തെ പൂരത്തിൻ്റെ കേട്ടോ. അതൊക്കെ കണ്ട റോഡിൻ്റെ രണ്ട് സൈഡിലും ഫ്രില്ല് വെച്ച പോലെ ഇന്നലത്തെ പൂരത്തിൻ്റെ ആണ്. ഈ പാടത്താണ് ആന നിരക്ക് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ തിരക്കായി വരുന്നേ ഉള്ളൂ കച്ചവടക്കാരും ഇതൊക്കെ. ഇവിടെ ആനകൾ നിരക്കുക ഏകദേശം 50-ൽ കൂടുതൽ ആനകൾ. തിരിച്ച് പറ ചെറിയിട്ട് മാത്രമേ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. അവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. തിരക്കുണ്ടോ? അത് പറന്നു പോവും. അത് പറന്നു ഇത് കണ്ണാടി തോന്നുന്നുണ്ടോ?
കണ്ണാടി മേടിച്ചിട്ട് ആ പുറമ്പത്തെ ആ ചിത്രം കണ്ടിട്ട് പിന്നെ തുറന്നിട്ട് സ്വന്തം മുഖം കാണുമ്പോൾ ഒരു അവസ്ഥ ആലോചിക്കുക. ഐസ്ക്രീമിൻ്റെ വണ്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ, ആൾക്കാർ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. അതാണ് കരിനീലി, നീലി. സംഭാരം ഉണ്ട് കേട്ടോ, സംഭാരം കുടിച്ച് നോക്കാം. ബാക്കിൽ മുല്ലപ്പ് വെച്ചാൽ ഞങ്ങളുടെ ഫോട്ടോയിലൊന്നും അത് കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഇടാൻ പോവാണ്. മറ്റേ നല്ലടേ കുട്ടികളുടെ പോലെ ഇങ്ങനെ നെറ്റിയുടെ അവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കില്ല, അതുകൊണ്ട് തല ഇങ്ങനെ ആട്ടുമ്പോൾ അതിങ്ങനെ ആടി കളിക്കും. കഴിഞ്ഞു പ്രസന്നവതിയായിരിക്കുന്ന ശ്രീ ഭഗവതിക്ക് ഈ വർഷം പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പള്ളിപ്പാലം നടത്തുന്നതായി തീരുമാനിച്ചു നടന്നിട്ടുള്ളത്. ഈ വർഷം 2026 ലിബി ഏതോ ഒരു പരിചയക്കാരിനെ കണ്ടതാണ്. വന്ന് എന്നെക്കാളും പരിചയക്കാർ കൂടുതൽ ലിബിക്ക് അവിടെ. അങ്ങനെ നമ്മൾ പൂരം കണ്ട് തിരിച്ചെത്തി. പൊന്നു പോരേ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇനി പൊന്നുനെ എടുക്കേണ്ട നേരമായി. പൊന്നു ഉച്ചയാകുമ്പോഴേക്ക് എത്തും. ബാക്കി പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ? സൈനിങ് ഓഫ് ഫ്രം കേരള ലോക്കൽ.